ISL 10ാം സീസൺ കഴിഞ്ഞിട്ട് ഒരു മാസം മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ നടക്കുന്നത് പതിവില്ലാത്ത എഴുച്ചുപണികൾ. ആദ്യം പോയത് ഇവാൻ ആശാൻ, 3 തവണ കൊമ്പന്മാരെ കളി പഠിപ്പിച്ച മാനേജർ. 3 തവണയും പ്ലേ ഓഫ് കടന്നു. ആദ്യ സീസണിൽ ഫൈനൽ കളിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിൽ മഞ്ഞപ്പടയ്ക്ക് നിരാശ. അതിലേറെ വലുതായിരുന്നു 9ാം പതിപ്പ്. സുനിൽ ഛേത്രിയുടെ ഫ്രീ കിക്കിന് മറുപടി കൂടിപ്പോയി. കളിക്കാരെ തിരിച്ചു വിളിച്ച് ഇവാൻ കളം വിട്ടു. ഇന്ത്യൻ ഫുട്ബോളിന്റെ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. ഇതോടെ 10ാം സീസണിന്റെ പകുതിക്ക് വെച്ച് ആശാന്റെ ഭാവി തീരുമാനമായി. സീസൺ കഴിഞ്ഞതും ആദ്യം ക്ലബ് വിട്ടത് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. പിന്നെ താരങ്ങൾ കൊഴിഞ്ഞു തുടങ്ങി. മുൻനിരയിലെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈസ്റ്റ് ബംഗാളിലെത്തി. ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് ഇനി കൊമ്പന്മാർക്കൊപ്പമില്ല. മധ്യനിരയിൽ നിന്ന് ഡെയ്സൂക്കെ സക്കായി ക്ലബ് വിട്ടു. പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി ലെസ്കോവിച്ച് പോയി. ലൂണയുടെയും ദിമിയുടെയും അഭാവത്തിൽ മഞ്ഞപ്പടയുടെ നായകൻ ലെസ്കോയുടെ സ്കോർപിയോൺ സേവ് ഇനിയില്ല. കൊമ്പന്മാരുടെ വലകാത്ത കരൺജിത്ത് കളം വിട്ടു. ബംഗളൂരുവിൽ നിന്നെത്തിയ ലാറ ശർമ്മ തിരികെ മടങ്ങും. ഒടുവിൽ മഞ്ഞക്കുപ്പായം ഊരിവെച്ചത് ലൂണയുടെ പകരക്കാരൻ ഫെഡോർ സെർണിച്ച്. ഇനി ആരൊക്കെ പോകുമെന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത സീസണിൽ ക്ലബിൽ ഉറപ്പിക്കാവുന്നത് ഒരാളെ മാത്രം, കൊമ്പന്മാരുടെ നായകൻ, 10ാം നമ്പർ താരം ഉറുഗേക്കാരൻ അഡ്രിയാൻ ലൂണ. ആരാധകർക്ക് ഒരൊറ്റ പ്രതീക്ഷ ബാക്കി: പുതുക്കിപ്പണിത പുതിയ ടീമിനെ കളത്തിൽ കാണാം.